ഹായ്. അപ്പോഴേ നമ്മൾ ഇതേപോലെ സ്പോഞ്ച് ഉണ്ടല്ലോ, നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സ്പോഞ്ച്, അത് പഴയതാണേലും കുഴപ്പമില്ല കേട്ടോ, അത് ഇതേ സൈസ് സ്പോഞ്ച് ആണേലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു വൈപ്പറിനകത്തോട്ട് വെച്ച് കൊടുക്കുക, നിരത്തി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തറ തൂക്കാനാണേലും തുടയ്ക്കാനാണേലും ഫാൻ തുടയ്ക്കാനാണേലും അതേപോലെ AC എന്ത് വേണേലും നമ്മുടെ ചിലന്തി വല അടിക്കാനാണേലും എല്ലാം നല്ലതാണ് കേട്ടോ. ഈ ഒരു വൈപ്പറിനകത്ത് നമ്മൾ ഇതുപോലെ സ്പോഞ്ച് വെച്ച് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഒഴിച്ച് കൊടുക്കാം. കാരണം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതിപ്പോൾ ഞാനൊരു കുപ്പിയിൽ കുറച്ച് വെള്ളം കംഫർട്ടുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്മെല്ലടിച്ചിട്ട് നമ്മൾ ചിലന്തിയൊക്കെ അടിക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തൊന്നും ചിലന്തി ഒന്നും തന്നെ വരത്തില്ല, ഈ ഒരു സ്മെല്ലുള്ളത് കൊണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതുമാത്രമല്ല, നമുക്ക് സുഖമില്ലാതിരിക്കുന്ന സമയത്തൊക്കെ, നമുക്ക് വയ്യാത്ത സമയത്തൊക്കെ നമ്മൾ എപ്പോഴും തൂത്ത് തുടയ്ക്കണമെന്നില്ലല്ലോ. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് തറയൊക്കെ ക്ലീൻ ചെയ്യാം. തൂക്കലും തുടയ്ക്കലും ഒക്കെ ഒരുപോലെ തന്നെ ആക്കിയെടുക്കുക. അതുപോലെ ഫാൻ്റെ താഴെ നിന്നുകൊണ്ട് തന്നെ ഫാൻ്റെ ലീഫൊക്കെ നമ്മൾ കൈവച്ച് തുടയ്ക്കുന്ന അതേപോലെ തന്നെ തുടച്ചെടുക്കാം. അതുപോലെ ലീഫിൻ്റെ മുകളിൽ നല്ല രീതിയിൽ പൊടി കാണും. അപ്പോൾ ഇതേപോലെ ക്ലീൻ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുള്ളതുകൊണ്ട് അത്ര വലിയ അഴുക്കൊന്നും ഇല്ല കേട്ടോ. അതുപോലെ കണ്ടോ, തറ തൂത്ത് തുടയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് തൂത്തെടുക്കാം. കണ്ടോ, കട്ടിൻ്റെ അടിയിലൊക്കെ നല്ല രീതിയിൽ മുടിയും എല്ലാം പൊടിയാണേലും വലിഞ്ഞിങ്ങി വന്നോളും. അതുപോലെ AC-യുടെ മുകൾ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ അഴുക്ക് കാണും. ഇത് വെച്ചൊന്ന് തൂത്ത് തുടച്ചാൽ മാത്രം മതി. വളരെ നിസ്സാരമായ സ്പോഞ്ച് വെച്ചിട്ട് വീട് ഫുള്ളാകെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഭിത്തിയിൽ കണ്ടോ, ചിലന്തി വല മാറാലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വടിച്ചെടുക്കാം. എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഷോക്കേഴ്സിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ പൊടി കാണും. അപ്പോൾ ഇത് വെച്ചൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ടേ, ആവശ്യമുള്ളവരെ കാണണേ.